ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റും റിയോ പ്ലാന്റും വെച്ച് ചെയ്യുന്ന രണ്ട് ഐഡിയകളാണ്. ഒന്നാമത്തെ ഐഡിയ മണി പ്ലാന്റ് വെച്ചിട്ടാണ്. ഒന്നാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഒരു ബ്ലാക്ക് പോട്ട് എടുത്തിട്ട് ഒരു കമ്പി കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു പോട്ടിൽ നിറച്ച് മണ്ണ് നിറച്ച് കമ്പി അതിൻ്റെ സൈഡ് ഭാഗത്ത് കുത്തി കൊടുക്കുകയാണ്. ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പി ഒന്ന് ഉറപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പോട്ടിൻ്റെ ഈ ഹോൾസ് നമുക്ക് ഇനിയും ഈ കമ്പിയുടെ ഉള്ളിൽ കൂടി ഒന്ന് കയറ്റി കൊടുക്കാം. ഇതുപോലെ കയറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോട്ടിൻ്റെ ഉള്ളിലോട്ട് മണ്ണ് നിറച്ച് കൊടുക്കണം. ആദ്യം ഞാൻ കുറച്ച് ചകിരി നിറച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ ഇതുപോലത്തെയൊക്കെ ഗാർഡൻ ഐഡിയകൾ മണി പ്ലാന്റ് വെച്ച് ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഐഡിയ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണ് പോകാതെ പരമാവധി അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ആക്കി കൊടുക്കണേ. ഇനി നമുക്ക് കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങുകൾ എടുക്കാം. നീളത്തിലുള്ള മണി പ്ലാന്റ് കട്ടിങ്ങുകൾ വേണേ എടുക്കാൻ. ഞാൻ അത്യാവശ്യം നീളമുള്ള കട്ടിങ്ങുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ കട്ടിങ്ങുകളെ നമുക്ക് ഈ ചെറിയ പോട്ടിൻ്റെ ഉള്ളിൽ നട്ടു കൊടുക്കാം. മണി പ്ലാന്റിൻ്റെ പല വെറൈറ്റികളും ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഏത് വെറൈറ്റിയാണ് ഉള്ളതെന്ന് പറയണേ. ഇത് കണ്ടില്ലേ, ഈ പോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ പരമാവധി മണി പ്ലാന്റ് കമ്പുകളൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടിൻ്റെ അടിഭാഗത്തും മണി പ്ലാന്റ് നട്ടു കൊടുക്കാം. ഇതുപോലെ പോട്ടിൻ്റെ അടിഭാഗത്തും മണി പ്ലാന്റ് നട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മണി പ്ലാന്റ് വെച്ച് ഒരു വാട്ടർഫോൾ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായാൽ ഒരു ഹാർട്ടെങ്കിലും ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ബോൾ ആകൃതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇത് നമ്മൾ റിയോ പ്ലാന്റ് വെച്ച് ഒരു ബോൾ ആകൃതിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ 2 ഹോൾസ് ഇട്ട് കൊടുക്കണം. അത് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒരു കമ്പി എടുത്ത് ഹോൾസ് ഇട്ട് കൊടുക്കണേ. കമ്പി ഒന്ന് ചൂടാക്കിയ ശേഷം ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. റിയോ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പമുള്ള ഹോൾസ് വേണം ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ ഞാൻ ഹോൾസ് മുഴുവനായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ വലുപ്പമുള്ള ഹോൾസ് തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് ഒന്ന് ഊരിയ ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി കയറിട്ട് കൊടുത്ത് നമുക്ക് ഹാങ് ചെയ്യുന്നത് പോലെ ആക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഹാങ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടോ എന്ന് പറയണേ. മണി പ്ലാന്റ് വെള്ളത്തിലാണോ മണ്ണിലാണോ നിങ്ങൾ വെക്കാറുള്ളത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഹാങ്ങിങ്ങിൻ്റെ അടപ്പ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലോട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം. ബോട്ടിൽ നിറയുന്നത് വരെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ല ഒരു ബോൾ ഷേപ്പാണ് റിയോ പ്ലാന്റ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. റിയോ പ്ലാന്റ് വെച്ച് പല ഐഡിയകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലൊന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുവേ. ഇനി നമുക്ക് ഈ അടപ്പിൻ്റെ ഉള്ളിലോട്ട് മണ്ണിട്ട് കൊടുക്കാം. ബോൾ ഷേപ്പ് വരണമെങ്കിൽ ഈ അടുപ്പിൻ്റെ ഉള്ളിലും കൂടി നമ്മൾ മണ്ണിട്ട് കൊടുക്കണേ. അതുകൊണ്ടാണ് ഇതുപോലെ അടപ്പിൻ്റെ ഉള്ളിലോട്ടും മണ്ണിട്ട് കൊടുക്കുന്നത്. മണ്ണ് ഫില്ലാക്കി എടുക്കണം. മഴക്കാലമായതുകൊണ്ടാണ് മണ്ണ് കുറച്ച് നനഞ്ഞ രീതിയിലിരിക്കുന്നത്. ഇതുപോലെ ഒരു ഇല വെച്ച ശേഷം നമുക്ക് ഈ മൂടി വെച്ച് ഇതൊന്ന് മൂടിക്കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് റിയോ പ്ലാന്റിൻ്റെ കുറച്ച് കട്ടിങ്ങുകളാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ കട്ടിങ്ങുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോ കട്ടിങ്ങുകളും നമുക്ക് അതിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി കുത്തി കൊടുക്കാം. റിയോ പ്ലാന്റിൻ്റെ 3 വെറൈറ്റി റിയോ പ്ലാന്റുകളുണ്ട്. ഒരു റോസ് കളർ കൂടിയ റിയോ പ്ലാന്റുമുണ്ട്. ഇതൊരു നാടൻ റിയോ പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇത് എൻ്റെ വീട്ടിൽ ഒരുപാടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനും കുത്തി റെഡിയാക്കി എടുക്കണേ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഗാർഡനിങ് ഐഡിയകളാണ് ഇതൊക്കെ. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റിയോ പ്ലാന്റ് കൊണ്ട് എന്ത് ചെയ്താലും നല്ല ഭംഗിയാണ്. കാരണം ഇതിൻ്റെ ലീഫ് ഒരു പൂവിൻ്റെ ഷേപ്പിലായതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഏത് ഷേപ്പ് ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാകുവേ കാണാൻ. ഇത് മുഴുവനായിട്ട് നമുക്ക് ഫില്ലാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ മുഴുവനായിട്ടും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ, ഒരു ബോൾ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ 3-4 ബോട്ടിലൊക്കെ ഒരുമിച്ച് ചെയ്ത് ഹാങ് ചെയ്തിട്ടാൽ കൂടുതൽ ഭംഗി തോന്നുവേ. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോകളുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.